ഹായ് ഫ്രണ്ട്, തൊല്ലതാണ്. ഞാൻ ഇന്ന് എന്നോട് ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യത്തിന് ഒരു ആൻസറാണ് തരുന്നത്. ഞാൻ അതിന്റെ ഷോർട്സ് ഞാൻ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട്. പക്ഷെ കുറച്ച് വിശദമായി എന്തുകൊണ്ടാണ് ക്രാങ്ക് കേസിൽ ഓയിൽ നിൽക്കാനുള്ള കാരണങ്ങൾ എന്താണ്, അതിന്റെ സൊല്യൂഷൻ എന്താണ്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, എന്തുകൊണ്ടൊക്കെ വരുന്നു എന്നുള്ളതാണ് കാണിച്ചു തരണം കേട്ടോ. അതൊന്ന് പിന്നെ യൂട്യൂബ് വീഡിയോ മുഴുവനായിട്ട് കണ്ട പഴയ വള്ളികൾ ബുള്ളറ്റ് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഇതിന് ശരിക്കും ഒരു പരിഹാരം നിങ്ങൾക്ക് തന്നെ ഒരു തീരുമാനത്തിൽ എത്താൻ പറ്റും. വർക്ക്ഷോപ്പിലേക്ക് വണ്ടി കൊണ്ടുപോകണോ, അല്ലെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ മൈൻഡ് ചെയ്യണോ എന്നുള്ള നിങ്ങൾക്ക് ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റും കേട്ടോ. ഞാൻ പറയാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഇതാണ് ക്രാങ്ക് കേസ്. ലെഫ്റ്റ് RH LS വരുന്നത് കേട്ടോ. ഇതാണ് ക്രാങ്ക് കേസ് വരുന്നത്. ഓക്കെ, ഇത് കണ്ടില്ലേ, ഇതാണ് ഇതിന്റെ ബ്രീത്ത് റോൾ വരുന്നത്. ബ്രീത്ത് റോസ് നമ്മൾ ഇവിടെയാണ് കണക്ട് ചെയ്യുന്നത്. ഇവിടെയാണ് ഇതിന്റെ ബ്രീത്തർ സെക്ഷൻ വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ പറയുന്നു, ഇത് കാണിക്കുകയാണ്. ഞാൻ ഈ ക്രാങ്കിൽ ബെയറിംഗ് ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് കയറ്റിട്ട് കാണിച്ചു തരാണ് കേട്ടോ. ലൈറ്റ് കുറവായിരിക്കും, ഒന്ന് ക്ഷമിക്കുക. ഓക്കെ, ബെയറിംഗ് ഇല്ല, എന്നാലും ബുഷിൽ നിന്നോളൂ. ഇതാണ് ക്രാങ്ക് വരുന്നത്. ലിഫ്റ്റ് ഒക്കെ ഫുള്ളാണ് വണ്ടിയുടെ. അതൊന്നും ഞാൻ ഇവിടെ വെച്ച് എടുക്കുന്നത്. വണ്ടി ഫുള്ളാണ്, അവിടെ കാണിക്കാൻ പറ്റില്ല. എന്നാൽ വർക്ക്ഷോപ്പിൽ വൈകുന്നേര സമയങ്ങളിൽ വീഡിയോ എടുക്കാനേ പറ്റില്ല. പകൽ സമയം ഒട്ടും പറ്റുന്നില്ല, കാരണം ആളുകൾ കയറി വരുമ്പം ആ ഒരു ബുദ്ധിമുട്ടാവും. പിന്നെ മാത്രമല്ല കഴിയുന്നില്ല കേട്ടോ, അതാണ് സത്യം. അപ്പോൾ ഇത് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പൊ ഇതാണ് ക്രാങ്ക് കേസ്. ഇത് ക്ലോസ് ചെയ്തതിന് ക്രാങ്ക് കേസ് ആയി. ഇതാണ് ബ്രീത്തർ. അപ്പൊ നമ്മൾ ഇത് കറങ്ങുന്ന സമയത്ത് വിത്ത് ഓയിൽ കറങ്ങുന്നത് കൊണ്ടാണ്, ഇവിടെ കണ്ടില്ലേ ഇത്ര ഗ്യാപ്പാണുള്ളത്, ഈ ഗ്യാപ്പ്. അപ്പൊ ഈ ക്രാങ്ക് വെറ്റായി കിടന്നാൽ, ഈ ക്രാങ്കിന്റെ ഈ ഒരു ലെവലിലേക്ക് ഓയിൽ ഫില്ലായി കഴിഞ്ഞാൽ ഇത് കറങ്ങുന്ന സമയത്ത് നല്ല രീതിയിൽ 2 ഓയിലാണ് വരിക. ഒന്ന് ഫ്ലോട്ടിംഗ് മെഷീനിലൂടെ ഓയിൽ തെറിക്കും, ഈ ഓയിലും വരും. ഈ ഓയിലിൽ പരിധിയിൽ കൂടുതലായി കഴിഞ്ഞാൽ ബ്രീത്തറിലൂടെ ഇതിലൂടെ അങ്ങ് ഓയിൽ തെറിക്കും. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. അതിന്റെ കാരണങ്ങൾ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഇപ്പൊ ഞാൻ പറഞ്ഞു കുറെ മാസങ്ങളോളം നിർത്തിയിരുന്ന, ഷോർട്സ് പറഞ്ഞ പോലെ തന്നെ മാസങ്ങളോളം നിർത്തിയിരുന്ന വണ്ടികള് നമ്മൾ വണ്ടി എടുത്തതിന് ശേഷം നമ്മൾ ബ്രീത്തറിലൂടെ ഓയിൽ വരുന്നുണ്ട് എങ്കിൽ, അത് നല്ല രീതിയിൽ ബ്രീത്തറിലൂടെ ഓയിൽ വരുന്നുണ്ട് എങ്കിലും ചെയ്യേണ്ട കാര്യം ഇതാണ്. ഈ ക്രാങ്ക് കേസിന്റെ ഈ ഒരു 19ന്റെ ബോൾട്ട് ലൂസ് ചെയ്തിട്ട് ഈ ക്രാങ്ക് കേസിൽ ഓയിൽ കംപ്ലീറ്റ് കളയാം. പക്ഷേ ഈ ക്രാങ്ക് കേസിൽ ഓയിൽ കംപ്ലീറ്റ് കളയാന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും ഓയിൽ സമ്പിൽ ഓയിലല്ല. ഇതാണ് ഓയിൽ സമ്പ് വരുന്നത് കേട്ടോ. ഇതും ക്രാങ്ക് കേസിൽ യാതൊരു ബന്ധവുമില്ല. അതിലൂടെ വലിച്ചെടുത്തിട്ട്, ഫിൽറ്ററിലൂടെ വലിച്ചെടുത്തിട്ട് മാത്രം പിന്നെ നമ്മൾ ബേംനട്ടിലൂടെ, ഫീഡ് പ്ലഗിലൂടെ മാത്രമേ ഇതിലൂടെ ഓയിൽ ഉള്ളിലേക്ക് കയറുള്ളൂ. അല്ല ഡയറക്റ്റ് ഇത് യാതൊരു ബന്ധമില്ലാത്തത് കൊണ്ട് ഇതിലങ്ങനെ ഓയിൽ അങ്ങ് ചൂർത്തിക്കളയും. ഇതിലൊരു 30 ml ഓയിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം ഇതിൽ വരുന്ന ഓയിൽ അപ്പം സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ വരുമ്പോഴേക്ക് ഇതിലെ ഓയിൽ ആകുമ്പോഴേക്ക് ഇതിലിങ്ങനെ വലിച്ച്, കണ്ടില്ലേ, ഇതിലൊരു ഫിൽറ്റർ ഉണ്ട്. ഈ ഫിൽറ്ററോട് വലിച്ച് റോക്കറാമിലേക്ക് പോകും. റോക്കറാമിലൊക്കെ ഫുൾ അതൊക്കെ നമ്മൾ ഓയിലൊക്കെ കൊണ്ട് വെറ്റ് ചെയ്തതിന് ശേഷം, എല്ലാ സ്ഥലത്തും ഓയിൽ കൊടുത്തതിന് ശേഷം, ലൂബ്രിക്കേറ്റ് ചെയ്തതിന് ശേഷം ഇതിൽ വരും. ഈ 2 ഹോളിലൂടെ നമ്മൾ ഓയിൽ ഇവിടെ വരും. ഈ ഓയിൽ ഇവിടെ വന്നാൽ ടൈമിംഗ് കേസിൽ ഫുൾ ടൈം ഇവിടെ ഒരു ഹോള്, ഇതാണല്ലോ ഹോൾ ഉണ്ടോ, ഈ ഹോൾ ഇതുവരെ ഈ ഓയിൽ നിൽക്കും. ഇതിൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഓയിൽ നേരെ ഈ ഹോള് നേരെ കിടക്കുന്നത് നമ്മളെ ഓയിൽ സമ്പിലേക്കാണ്. അതായത് ഇതിനുള്ളിലേക്ക് കിടക്കുന്നത് കേട്ടോ. ഞാനിത് കാണിച്ചത് മാത്രം. ഓക്കെ, ഊരി വെക്കുകയാണ്. ഈ ഹോള് വരുന്നത് നേരെ ഓയിൽ സമ്പിലേക്കാണ്. അപ്പൊ ഈ ഓയിലൊക്കെ ഇതുവരെ ഓയിൽ നിന്നതിന് ശേഷം ഈ ഓയിൽ ബാക്കി വരുന്ന ഓയിൽ ഇങ്ങനെ അങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ഈ ഓയിൽ ഇവിടെ വരുന്ന ലെവലായി കഴിഞ്ഞാൽ ഓയിൽ സമ്പിലേക്ക് പോകും. ഓയിൽ സമ്പ് വീണ്ടും തിരിച്ചിട്ട് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ട്, അതാണ് സർക്കുലേഷൻ നടന്നുകൊണ്ടിരിക്കും. ആ സർക്കുലേഷനിൽ ഇവിടെ ഓയിൽ ഈ ഒരു ഇതിൽ ഒരു 30 ml 40, ഒരു 50 ml താഴെ ഓയിൽ മാത്രമേ സാധാരണഗതിയിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള എഞ്ചിനിൽ ക്രാങ്ക് കേസിൽ ഉണ്ടാവുള്ളൂ. അപ്പൊ എങ്ങനെ പിന്നെ നിർത്തിയിടുമ്പോൾ എഞ്ചിനിൽ ക്രാങ്ക് കേസിൽ ഓയിൽ വരുന്നത്, അതാണ് അടുത്ത ചോദ്യം. അതാണ് നമ്മളിവിടെ നോക്കാൻ പോകുന്നത്. പഴയ മോഡൽ വണ്ടികൾക്കൊക്കെ ഇവിടെ ഉണ്ട്, ഈ ബുഷാണ് ഇവിടെ കിടക്കുന്നത്. ഇവിടെ ഉണ്ടല്ലേ, ഇവിടെ ഒരു ബുഷാണുള്ളത്. ഈ ബുഷിന് വർക്ക് ചെയ്ത് തേയ്മാനം വരും. ഒന്ന് വർക്ക് ചെയ്ത് തേയ്മാനം വന്ന് ഇവിടെ ഓയിൽ ഇങ്ങനെ കെട്ടി കിടക്കാനുള്ള തേയ്മാനം ചെറിയ ലൈറ്റായിട്ട് ഓയിൽ കിഞ്ഞ് ക്രാങ്ക് കേസിന് ഇറങ്ങിക്കൊണ്ടേയിരിക്കും. അത് ചെറിയ രീതിയിലാണ്, ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നുമില്ല. ഫുൾ ടൈം ക്രാങ്ക് കേസിൽ ബ്രീത്തറിൽ നല്ലോണം ഓയിൽ വരികയാണ് മാത്രമേ പേടിച്ചാൽ മതി. നിർത്തിയ സമയത്ത് ഓയിൽ വരുന്ന പോയി എഞ്ചിൻ അയച്ച് പണിയൊന്നും വേണ്ട. അപ്പൊ ചെറിയ രീതിയിലുള്ള ബുഷ് ആയതുകൊണ്ട് പഴയ ടെക്നോളജി അല്ലേ. അപ്പൊ ഈ ബുഷ് ആയതുകൊണ്ട് തന്നെ ബുഷിൽ ചെറിയ ലീക്ക്, ചെറിയ ഒരു ക്ലിയറൻസ് കൂടി കഴിഞ്ഞാൽ അതിലൂടെ ഓയിൽ പോയിട്ടാണ് ഇവിടെ ഓയിൽ നിൽക്കുകയാണല്ലോ.
ഇവിടെ ഇപ്പോൾ എഞ്ചിനിൽ വർക്ക് ചെയ്തില്ലെങ്കിൽ ഇവിടെ ഓയിൽ കെട്ടി കിടക്കില്ല. ആ ഓയിൽ കംപ്ലീറ്റ് ഇതിലേക്ക് ക്രാങ്ക് കേസിലേക്ക് പോകും. ആ ഓയിലാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ബ്രീത്തറിലൂടെ ഓയിലായിട്ട് അടിച്ചു കയറുന്നത്. പിന്നെ അടുത്തത് സംഭവിക്കുക, ഇവിടെയാണ് ഇതിന്റെ വേം നെട്ട് വരിക. അതായത് ഫീഡ് പ്ലഗ് എന്ന് വരും ഇവിടെ. ഈ വേം നെട്ട് അതിൻ്റെ റബ്ബർ വരുന്നുണ്ട്. ഇപ്പൊ സാധനം കാണിക്കാൻ ഇപ്പം പെട്ടെന്ന് എടുക്കാനല്ല അറിയുന്ന ഒരു കാര്യം. ഇവിടെ റബ്ബർ, ആ വേം നെട്ടിനുള്ള റബ്ബർ ഉണ്ട്. ആ റബ്ബറിലേക്കാണ് ഫീഡ് പ്ലഗ് കയറി നിൽക്കുക. ആ ഫീഡ് പ്ലഗിന് ആ റബ്ബർ ലൂസ് ഉണ്ടെങ്കിൽ അതിന്റെ ഇടയിലൂടെ ഓയിൽ കയറും. കാരണം ഇതിൽ കൂടുതൽ ആൾക്കാർ ഈ ഫ്ലോട്ടിംഗ് ഫിഷ് അടിക്കുക എന്ന് പറഞ്ഞാൽ കടഞ്ഞെടുത്ത് അടിക്കുക. ആ ഹോള് മാത്രമല്ല, അവിടെ ഗ്രൂ ഒക്കെ ഇട്ട് കൊടുക്കും. നല്ല ഗ്രൂ ഒക്കെ, നല്ലോണം ഓയിൽ സപ്ലൈ ഉണ്ടായിക്കോട്ടെ എന്ന് കരുതിയിട്ട്. അത് വേറൊരു വശം, അതിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കുന്നില്ല. അപ്പൊ ഏതായാലും നമ്മൾ വണ്ടി നിർത്തിയിടുമ്പം എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഈ രീതിയിൽ, ഇതിപ്പോ ഈ രീതിയിലാണ് വണ്ടി നിർത്തുന്നതെങ്കിൽ നമ്മൾ ഇതിലൂടെ ഓല് പോയിക്കാൻ ഇതിനെ കയറിയിട്ട് ശരിയായ രീതിയിൽ താഴോട്ട് വന്നോളണം എന്നില്ല. താഴോട്ട് അപ്പൊ പിസ്റ്റം BDCയിലാണെങ്കിൽ, ബോട്ടം ഡെഡ് സെന്ററിലാണെങ്കിൽ, അതായത് പിസ്റ്റം താഴോട്ടായിട്ടാണ് വണ്ടി നിൽക്കുന്നതെങ്കിൽ ഇങ്ങനെയാണ് ഉണ്ടാവേണ്ടത്. ഫ്ലോട്ടിംഗ് ഫിഷ് ഇവിടെ ആയി കിടക്കും. അപ്പൊ ഇതിലൂടെ നമ്മൾ ഈ ഒരു ഫീഡ് പ്ലഗിന്റെ ഇത് ലൂസ് ഉണ്ടെങ്കിൽ, അതായത് വേം നെട്ടിന്റെ റബ്ബർ ലൂസ് ആണെങ്കിൽ അതിലൂടെ ഓയിൽ കയറിയിട്ട് ഇതിലെങ്ങനെ കിഞ്ഞിങ്ങനെ താഴോട്ട് വന്നുകൊണ്ടേയിരിക്കും. അതായത് ഫ്ലോട്ടിംഗ് ഫിഷ് ലൂസും ആണെങ്കിൽ ഇതിലൂടെ താഴോട്ട് വരും കേട്ടോ. അപ്പൊ ഇനി ഓരോ ഡിപ്പായിട്ടാണ് വരുന്നതും കൂടി മാസങ്ങളോ പിന്നെ നിർത്തുന്ന സമയത്ത് ആ കംപ്ലീറ്റ് ടൈമിംഗ് കേസിൽ കംപ്ലീറ്റ് ഓയിലും ക്രാങ്ക് കേസിലേക്ക് എത്തും. അത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തെറിച്ചിട്ട് ബ്രീത്തിലൂടെ വരും. അതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഇതാണ് വല്ലാതെ സ്റ്റാർട്ടിങ്ങിൽ വീണ്ടും വരും. നിങ്ങൾ ആദ്യം ഫീഡ് പ്ലഗ് ആ ഒരു വേം നെട്ട് മാറ്റി കൊടുക്കുക. ഫീഡ് പ്ലഗും വേം നെട്ട് മാറ്റി, വേം നെട്ട് 126 മാത്രമേ വില വരുന്നുള്ളൂ. റബ്ബർ സെപ്പറേറ്റ് ആയി വാങ്ങി കറക്റ്റ് ടൈറ്റ് ആയി കിട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ വേം നെട്ട് കംപ്ലീറ്റ് സെറ്റ് അടിക്കാൻ മാറ്റി കൊടുത്താൽ ആ ഒരു വിഷയം, ടൈറ്റ് ആണോ കിട്ടുന്ന സമയത്ത് മെക്കാനിക്കിന് അറിയാം എന്തെങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. ടൈറ്റ് ആണോ നോക്കി ടൈറ്റ് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഓയിൽ കിനിഞ്ഞിറങ്ങുന്ന ആ പ്രശ്നം ഇതുകൊണ്ടുള്ള പ്രശ്നം കൊണ്ടുള്ള തീരും. പിന്നെ രണ്ടാമത് വരുന്ന പിന്നെ ലേറ്റർ വണ്ടികളിൽ വന്നിട്ടുള്ളത് ഇവിടെ ഓയിൽ സീൽ ടൈപ്പാണ്. ഇതിപ്പോൾ ബുഷാണ്, ഇതിൽ ഓയിൽ സീൽ ടൈപ്പും വരുന്നുണ്ട്. അപ്പൊ ഈ ഓയിൽ സീൽ കംപ്ലൈന്റ് ആയാലും അതിലേക്ക് ഓയിൽ തിരിച്ചിറങ്ങും. കാരണം ഇവിടെയാണ് ഓയിൽ, ഈ സമ്പിലും ഓയിൽ കെട്ടി കിടക്കുന്നത്, ഇവിടെ ഓയിൽ കെട്ടി കിടക്കുന്നത്. എന്താണ് പ്രശ്നം? ഇതൊരു പരിഹാരം, ഈ ഒരു ഓയിൽ സീൽ മാറ്റി കൊടുത്താൽ മതി. ഈ ബുഷ് കൊണ്ടുള്ള തേയ്മാനാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വണ്ടി റണ്ണിങ് സാധാരണ റണ്ണിങ് നിർത്തുന്നത് മാത്രമേ പ്രശ്നമുള്ളൂ. ഈ ബ്രീത്തർ ഓയിലോട് വരുന്ന നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അടുത്ത എഞ്ചിനൊക്കെ പണിയ സമയത്ത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അതല്ല റണ്ണിങ്ങിലും നല്ല രീതിയിൽ ബ്രീത്തർ ഓയിലൊക്കെ വരുന്നുണ്ടെങ്കിൽ കംപ്രഷൻ ചേമ്പറിലേക്ക് കംപ്രഷൻ കയറുന്നത് കൊണ്ടാണ് കേട്ടോ. കംപ്രഷൻ ചേമ്പറിലേക്കാണ് പിസ്റ്റന്റെ കംപ്രഷൻ ചേമ്പർ എന്ന് പറഞ്ഞാൽ ക്രാങ്ക് കേസിലേക്ക് കംപ്രഷൻ വരുമ്പോഴും ഓയിൽ നല്ല രീതിയിൽ ബ്രീത്തറിലൂടെ അടിക്കും. ഇതൊക്കെ ഒരു കാരണങ്ങളാണ്. അതൊക്കെ ഏതാണെന്നുള്ളൊരു മെക്കാനിക്സിന് മാത്രമേ മെക്കാനിക്ക് നോക്കിയിട്ട് തന്നെ കറക്റ്റായിട്ട് പറയാൻ പറ്റുള്ളൂ. അതിന് വിശദമായിട്ട് ഞാൻ പറയുന്നില്ല. ഒരുപാട് വീഡിയോ ലെങ്തി ആയി, ഒരുപാട് കാര്യങ്ങൾ അല്ലെ. ഞാനിപ്പോൾ ഇങ്ങനെയൊന്നും പറയുന്ന കാര്യങ്ങളൊന്നും ഒരുപാട് ഇഷ്ടപ്പെടുന്നില്ല. അത് വേറൊരു വശമാണ്. ഫേസ്ബുക്കിലെ വീഡിയോ ഇട്ട മെക്കാനിക്സ്, ബുള്ളറ്റ് മെക്കാനിക്സ് ആണ് പ്രത്യേകിച്ചും ഒരു നെഗറ്റീവായിട്ട് നമ്മൾ ഉള്ളത് പറയുന്നുണ്ട്. അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അതുകൊണ്ട് തന്നെ വേറെ നെഗറ്റീവായിട്ട് കടിക്കുന്നുണ്ട്. അതൊക്കെ പോട്ടെ. ഞാനിപ്പോൾ എന്തായാലും എനിക്ക് എല്ലാ വർക്കൊന്നും എടുക്കാൻ കഴിയില്ല. ബുള്ളറ്റ് കൊണ്ട് നടക്കുന്ന ആളുകൾ, ബുള്ളറ്റ് ഉപയോഗിക്കുന്ന ആളുകൾ, അതായത് സ്ഥിരമായിട്ട് ഒരുപാട് ചൂഷണം ചെയ്യപ്പെടുന്നുണ്ട്. എനിക്ക് വ്യക്തിപരമായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ചൂഷണം ചെയ്യപ്പെടുന്ന ആവശ്യമില്ലാത്ത വർക്കും ആവശ്യമുള്ള വർക്കും ഒന്നായിട്ട് ഒരുപാട് പൈസകൾ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ അത് ഒന്ന് കുറക്കാൻ കഴിയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. സാധാരണ ജനങ്ങൾ, കസ്റ്റമേഴ്സ് ഇങ്ങനെ ജനറൽ ആയിട്ട് ഒരു നോളജ് കിട്ടുന്ന സമയത്ത്, ഒരു ടിപ്സ് കാര്യം കിട്ടുന്ന സമയത്ത് വർക്ക്ഷോപ്പിലേക്ക് പോകുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ കാരണങ്ങൾ എന്താണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനും അതനുസരിച്ച് നമുക്ക് അത് പറഞ്ഞ് വർക്കെടുപ്പിക്കാനും, വർക്കടിച്ച് ആ വണ്ടി സക്സസ് ആയിട്ട് ചെറിയ ചെലവിൽ നമുക്ക് വണ്ടി ഓടിച്ച് കൊണ്ടുനടക്കാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.